കുറുമാത്തൂർ ആര്യവൈദ്യശാല നഴ്സിംഗ് ഹോം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്ത് കരിമ്പം സർ സയ്യിദ് കോളേജിനടുത്താണ് കുറുമാത്തൂർ ആര്യവൈദ്യശാല തലയുയർത്തി നിൽക്കുന്നത്. കേവലമൊരു ആയുർവേദ ചികിത്സാ കേന്ദ്രമല്ല, പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിത ശൈലിയിലൂടെ ആരോഗ്യപ്രദമായ ഒരു ജീവിതം എങ്ങനെ സാധ്യമാക്കാം എന്ന സന്ദേശം ലോകത്തിന് പകരുന്ന ഒരു ആരോഗ്യാലയം കൂടിയാണ്. തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഞാൻ ആയുർവേദത്തിലേക്ക് എത്തുന്നത്. 1984 ഫറൂഖ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെഡിക്കൽ എൻട്രൻസ് വന്നു. അന്ന് നമുക്ക് കിട്ടിയ സെലക്ഷൻ കിട്ടിയത് ആയുർവേദമാണ്. എൻ്റെ ബ്രദർ MBBS ഡോക്ടറാണ്. അപ്പോൾ ജ്യേഷ്ഠൻ്റെ അഭിപ്രായത്തിൽ ആയുർവേദവും മോഡേൺ മെഡിസിനും ഒക്കെ ഒരേ ജനസേവനത്തിലൊരു വഴിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആയുർവേദത്തിലേക്ക് പോയി തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ പഠിച്ചു. 84-89 കാലഘട്ടത്തിൽ തൃപ്പൂണിത്തുറ പഠിച്ച് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് പെരിന്തൽമണ്ണയിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറശ്ശിനിക്കടവ് MBRൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് അവർ ക്ഷണിച്ചു വരുത്തി. അവിടെ ജോലി ചെയ്തു. അതിനിടയിലാണ് അവിടെ സ്നേക്ക് പാർക്ക് കത്തിക്കുന്നൊരു സംഭവം ഉണ്ടാകുന്നത്. ആ സംഭവത്തോടു കൂടി അവിടുന്ന് തൽക്കാലം ഞാനും എൻ്റെ ടീമിനും അവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ കുറുമാത്തൂർ ആയുർവേദശാല ഇവിടെ ഞങ്ങൾ 1-2 ഡോക്ടർമാർ കൂടി ഇവിടെ സ്ഥാപിച്ചു. 1994 ഏപ്രിൽ 1-നാണ് ഞങ്ങളിവിടെ ഈ സ്ഥാപനം തുടങ്ങുന്നത്. ചെറിയ രൂപത്തിൽ തുടങ്ങി ഇപ്പോൾ ഈ വലിയ രൂപത്തിൽ കുറുമാത്തൂർ ആയുർവേദശാല വളർന്നു വന്നത് അങ്ങനെയാണ്. അപ്പോൾ ആതൊരു സേവനം ഏറ്റവും നല്ല ഒരു ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നല്ലൊരു സേവന മേഖലയാണ് എന്നറിഞ്ഞത് കൊണ്ടാണ് നമ്മളിതിലേക്ക് ഞാനിതിലേക്ക് വരാനുള്ള കാരണം. അത് മാത്രമല്ല, ഈ രോഗികളെ ചികിത്സിക്കുക എന്നത് മാത്രമല്ല, ആയുർവേദത്തിൽ സ്വസ്ഥവൃത്തം, അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ രോഗം വരാതെ സൂക്ഷിക്കാനുള്ള അല്ലെങ്കിൽ രോഗമില്ലാത്തവരെ ആ നിലയിൽ കൊണ്ടുപോകാനുള്ള സംവിധാനം സ്വസ്ഥവൃത്തം എന്ന് പറയുന്നത്. ഈ സ്വസ്ഥവൃത്തത്തിലാണ് നമ്മുടെ പ്രിവെൻറ്റീവ് മെഡിസിൻ, ഇപ്പോൾ പകർച്ചവ്യാധികൾക്കും അതിനനുബന്ധമായ രോഗങ്ങൾക്കൊക്കെ ചികിത്സിക്കുന്നതും, അതേപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിയിട്ട് ഈ പകരുന്ന രോഗങ്ങളില്ലാതൊക്കെ ചെയ്യുന്നതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് സ്വസ്ഥവൃത്തത്തിൽ ആണ്. അതേപോലെ ഇന്ന് കേരളം മുഴുവൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ. പകർച്ചവ്യാധി ഒരു കാലത്ത് 75% നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് ശാസ്ത്രത്തിൻ്റെയും ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയും ആയുർവേദത്തിൻ്റെയും മറ്റുള്ള ജനകീയ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരു 25% കുറഞ്ഞിട്ടുണ്ടെങ്കിലും അന്ന് 25% ആയിരുന്ന ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് കൂടി 75% ആ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രമേഹം, ഡയബറ്റിക് എടുത്തു നോക്കിയാൽ 8% ആൾക്കാർക്ക് മാത്രമേ ഈ പ്രമേഹ രോഗമുള്ളൂ. ഇന്ത്യ ഒട്ടാകെ എടുത്തു കഴിഞ്ഞാൽ 9% ആണെങ്കിൽ കേരളത്തിൽ അത് 30 മുതൽ 33% വരെ ജനങ്ങൾക്ക് ഈ പ്രമേഹം പിടിപെട്ടിട്ടുണ്ട്. ഈ പ്രമേഹ രോഗത്തിൽ നിന്ന് തന്നെയാണ് അതിന് അനുബന്ധമായിട്ടുള്ള മറ്റ് അനവധി സങ്കീർണമായ അസുഖങ്ങളായ കിഡ്നി ഡിസീസ്, ഇല്ല ഫാറ്റി ലിവർ ഒക്കെ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ചികിത്സാ ക്രമവും നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ചികിത്സാ മേഖല ഈ ജീവിതശൈലി രോഗങ്ങളിൽ തന്നെ ഇന്ന് വളരെയധികം ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും വരുന്ന നടു, കഴുത്ത്, മുട്ടുവേദന എന്ന ഒരു സെക്ഷൻ ആണ് ഞാൻ വളരെ കാലമായി കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അതിനായി തന്നെ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് എന്ന രൂപത്തിൽ നടുകഴുത്ത്, മുട്ടുവേദന, ആക്സിഡൻറ്റ്, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഒരു ക്ലിനിക്ക് തന്നെ ഞാൻ ഇവിടെയും നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും കണ്ണൂരും കോഴിക്കോടുള്ള നമ്മൾ തുടങ്ങാൻ പോകുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഇതിനുള്ളൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ക്ലിനിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇത് ഒരു ആയുർവേദ ആശുപത്രിയുടെ ചരിത്രമല്ല, ഒരുപാട് മനുഷ്യരുടെ അനുഭവ പാഠങ്ങളിലൂടെ ലോകമറിഞ്ഞ ചില സത്യങ്ങളുടെ വായന കൂടിയാണ്. രാധാകൃഷ്ണൻ സ്ഥിരമായിട്ട് നമ്മുടെ സന്ദർശനത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് ചെറിയ രീതിയിൽ കഴുത്ത് വേദനയും കയ്യിലേക്ക് വരുന്ന വേദനയൊക്കെ വന്ന് പല ചികിത്സകളും ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് ബാംബൂ സ്പൈൻ എന്ന രൂപത്തിൽ കഴുത്ത് സ്റ്റിഫായി പോവുകയും കഴുത്ത് അനക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആണ് ഇവിടെ നമ്മുടെ ഒരു അഡ്മിറ്റായിട്ട് ചികിത്സിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചികിത്സ ചെയ്ത് തുടങ്ങിയ ശേഷം വളരെ നല്ല പുരോഗതി കിട്ടിയിട്ടുണ്ട്. ഇവിടെ അഡ്മിറ്റായി വരുന്നതിന് മുമ്പ് ഏകദേശം 3 മാസത്തോളം വീട്ടിൽ നിന്ന് ചികിത്സ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ കിട്ടിയ നല്ല വ്യത്യാസമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നല്ല വ്യത്യാസം കിട്ടിയതിൻ്റെ ശേഷമാണ് പഞ്ചകർമ്മ ചികിത്സ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്ന ശേഷം ഈ കഴുത്തിൻ്റെ ചികിത്സ, സർവിക്കൽ സ്പോണ്ടിലോസിസ്, സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ബാംബൂ സ്പൈൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ചികിത്സ കിട്ടുന്നത് വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് മോഡേൺ മെഡിസിൻ, ആയുർവേദ തുടങ്ങിയിട്ടുള്ള ഫിസിയോതെറാപ്പി ചികിത്സകളൊക്കെ ചെയ്തിട്ടും ഒരു വ്യത്യാസവും കിട്ടാതെയാണ് ഇവിടെ നമ്മളെ സന്ദർശിച്ച് ചികിത്സ തുടങ്ങിയത്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് 2017 തുടക്കത്തിലാണെന്ന് തോന്നുന്നുണ്ട് ഒരു സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസിനെ ഡയഗ്നോസ് ചെയ്യപ്പെട്ടത്. കാരണം കൈക്കൊരു തരിപ്പും പിന്നെ MRI ചെയ്തു, അലോപ്പതി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, കുറച്ചൊരു ഒഴിച്ചിലൊക്കെ കഴിഞ്ഞു. അങ്ങനെയാണ് കുറുമാത്തൂർ ആയുർവേദശാലയെ പറ്റിയും അന്തു ഡോക്ടറെ പറ്റിയും കേൾക്കുന്നത്. അന്തു ഡോക്ടർ കണ്ണൂർ പഴയ സ്റ്റാൻഡേർഡൊക്കെ കൺസൾട്ടേഷൻ ഉണ്ടെന്നറിയുന്നു. അങ്ങനെ ഈ ഒരു 3-4 മാസം മുൻപ് അന്തു ഡോക്ടറെ പോയി കാണുന്നു. അങ്ങനെ 3 മാസത്തോളം വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് മുടക്കി. ആ ഒരു അവസ്ഥ എങ്ങനെയെന്ന് പറഞ്ഞാൽ കഴുത്ത് തിരിയാൻ പറ്റില്ല, ഇടത്തോട് തിരിയാൻ പറ്റില്ല, വടത്തോട് തിരിയാൻ പറ്റില്ല, ശരിക്കും തിരിഞ്ഞും പറഞ്ഞ് ഉറങ്ങാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ എത്തുന്നത്. 3 മാസത്തോളം വീട്ടിൽ നിന്ന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു 60-65-70% ആശ്വാസം കിട്ടിയെന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഏതായാലും കിടത്തിയിട്ട് ചികിത്സയാക്കാം, കുറുമാത്തൂർ വന്നാൽ മതി. അങ്ങനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഇന്നിപ്പം 15ാമത്തെ ദിവസം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരിയാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഏറ്റവും നന്നായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും നല്ല തെറാപ്പിസ്റ്റ് ഇത് റസാക്കാണ് ഈ എക്കിഴി, മുട്ടക്കിഴി എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ രൂപേഷ്, ശിരോവസ്ത, പിന്നെ സുഭാഷ്, എല്ലാവരും തെറാപ്പിസ്റ്റുകളൊക്കെ നല്ല സേവനം, നല്ല താമസ സൗകര്യം, ഭക്ഷണ സൗകര്യം മോശമില്ല. പൊതുവെ എന്താ പറഞ്ഞാൽ നമ്മൾ നല്ല ആംബിയൻസ് ഒരു രോഗിക്ക് പറ്റി ആ ഒരു ആശ്വാസം രോഗത്തിലും കാണുന്നുണ്ട്. 2003 എനിക്ക് അസുഖം ഉണ്ടായത്. അതിൻ്റെ നട്ടിൽ തെറ്റി എൻ്റെ കാല്, ഈ ഇടത്ത് കാൽ തളർന്നതാണ്. കാലിൻ്റെ മസിലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ മംഗലാപുരം പോയി, അവിടെ നിന്നും ശരിയായിട്ടില്ല. ലാസ്റ്റ് റേഡിയോയിൽ പരസ്യം കേട്ടാണ് ഈ കുറുമാത്തൂർ ആയുർവേദശാലയുടെ ഇതിനെപ്പറ്റി ഞാൻ അറിയുന്നത്. ഇവിടെ വന്ന് ഇവരുടെ ചികിത്സയിലാണ് ഞാനിപ്പം എല്ലാ പണിയും എടുക്കാനുള്ള ഇതായിരുന്നു. അത് മെഷീൻ വേക്ക്, കാട് വേക്ക്, മരത്തേക്കറ്റം എല്ലാം. മുമ്പ് ഞാൻ എന്ത് പണിയെടുത്തോ ആ പണിയെല്ലാം എടുക്കാൻ ഈ ഇവിടുത്തെ ചികിത്സ കൊണ്ടാണ് എനിക്ക് ശരിയായി കിട്ടുന്നത്. അത് ഞാൻ ഇവിടുത്തെ ഡോക്ടർമാരോടും ഇതിനോടും നന്ദി പറയുന്നു. പെട്ടെന്ന് ഞാൻ എനിക്ക് മുമ്പ് ഇങ്ങനെ ഈ കീവയർ വേദനയായിട്ടാണ് തോന്നിയത്. ഞാൻ പല ആശുപത്രികൾ കാണിച്ചു. എന്നോട് പറഞ്ഞു കിഡ്നി കല്ലായിട്ടായിരിക്കും. ലാസ്റ്റ് MRI സ്കാൻ ചെയ്തപ്പോഴാണ് നട്ടിൽ തെറ്റിയാന്നുള്ളത് മനസ്സിലാകുന്നത്. മലവും മൂത്രമൊന്നും പോകില്ലായിരുന്നു. അത് ഇവിടുത്തെ ചികിത്സയിലാണ് എല്ലാം റെഡിയായി കിട്ടിയത്. ഇവിടുത്തെ ചികിത്സയിൽ പിന്നെ കടിവസ്തി ഉണ്ടായിരുന്നു, തിരുമ്പലുണ്ടായിരുന്നു, പിന്നെ ഉഴിച്ചിൽ എല്ലാം ചികിത്സയും ഉണ്ടായിരുന്നത്. ഇവിടെ ആദ്യത്തെ വർഷം 45 ദിവസം കിടന്നു, 2ാം വർഷം 22 ദിവസം കിടന്നു, 3ാം വർഷം 11 ദിവസം കിടന്നു. ഇവർ പറഞ്ഞ് റെസ്റ്റ് നിർബന്ധമായിട്ട് എടുത്തു. അതുകൊണ്ടാണ് ഞാൻ എണീച്ചത്. കാരണം എൻ്റെ നാട്ടിൽ നിന്ന് എല്ലാവരും തന്നെ പറഞ്ഞായിരുന്നു നീ ഇനി എണീച്ച് നടക്കുമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചതാണ് ഞാൻ എണീച്ച് നടക്കില്ലാന്ന്. പക്ഷെ ഇവിടുത്തെ ചികിത്സയിലാണ് ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പം എല്ലാ പണിയും എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് പണിയാണോ എല്ലാ പണിയും ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മിഷൻ വേക്കാൻ ഇപ്പോൾ 10 വർഷമായി തുടങ്ങിയിട്ട്. കുറുമാത്തൂർ ആര്യവൈദ്യശാലയെക്കുറിച്ച് പറയുന്നത് അന്തു ഡോക്ടർ എന്ന മനുഷ്യൻ്റെ ജീവിത ചരിത്രം കൂടിയാകുന്നത് ആയുർവേദവും സമൂഹവും നിത്യജീവിതത്തിൽ
എങ്ങനെ ഇഴചേർന്നു നിൽക്കുന്നു എന്നത് അദ്ദേഹം ലോകത്തെ പഠിപ്പിക്കുന്നതിലൂടെയാണ്. ഞാൻ 6-ാം ആണ്ടും 6/7/2000 ഈ കാലയളവിൽ ഇവിടെ ചികിത്സയ്ക്ക് വന്നിരുന്നു. കൈ പൊങ്ങൂലായിരുന്നു, ഇത്രേ കൈ ആവും. ഇവിടുന്ന് ചികിത്സ ചെയ്ത് മാറ്റം വന്നു, കുറഞ്ഞു. ചികിത്സ 3 മാസം ആദ്യം നടത്തി നന്നായിട്ട്. അതിനുശേഷം പിറ്റേ കൊല്ലവും വന്നു 2 മാസം ചികിത്സിച്ചു. എൻ്റെ സ്ഥലം കീഴ്പള്ളി. അല്ല, കൃഷിക്കാരനാണ്. കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീവൻ പോയി, കൈയുടെ ശക്തി. 2007-ാം ആണ്ട് മുതൽ കുറഞ്ഞു മാറിയ ഇപ്പോഴും ഇല്ല, രോഗം ഇല്ല. ഞാനത് പല ആൾക്കാരോട് ചോദിച്ചറിഞ്ഞതാണ്. ഈ രോഗികളായിട്ടുള്ള ടൗണിലെല്ലാം പോയിരിക്കുമ്പോൾ ഇങ്ങനെ പറയും, അപ്പോഴങ്ങനെ അന്വേഷിച്ചറിഞ്ഞതാണ്. ആയുർവേദ വിധികളെ രോഗിയുടെ ജീവിതത്തോട് ഇണക്കിച്ചേർത്ത് വേറിട്ട സൗഖ്യത്തിൻ്റെ വഴി തുറന്നു കൊടുക്കുന്ന ഒരാൾ എന്ന് അന്ത്രു ഡോക്ടറെ വിശേഷിപ്പിക്കാം. എല്ലാ ആയുർവേദ ചികിത്സാലയങ്ങളിലുമെന്ന പോലെ ഇവിടെയും ആയുർവേദത്തിൻ്റെ പാരമ്പര്യ ചികിത്സാ രീതികൾ തുടരുന്നുണ്ട്. കുറുമാത്തൂർ ആയുർവേദശാലയിൽ ഞങ്ങളിപ്പോൾ 1994 ആരംഭിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വിദേശത്തുമുള്ള അനവധി രോഗികൾ ഇവിടെ വന്ന് ചികിത്സ ചെയ്ത് തൃപ്തികരമായിട്ട് പോകുന്നുണ്ട്. ഇതിൽ ഞാൻ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്പൈനി ക്ലിനിക്ക് എന്നുള്ള രൂപത്തിൽ നടു കഴുത്ത് മുട്ടുവേദനയ്ക്ക് വേണ്ടിയാണ് ഞാനത് പ്രാധാന്യം കൊടുത്ത ആ സെക്ഷനിലാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 25 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മുട്ടിൻ്റെയും നട്ടിലിൻ്റെയൊക്കെ എക്സ്റേ ആണ്. അപ്പോൾ ഇതിൽ ശക്തമായ വേദനയോടുകൂടി ഇവിടെ വന്ന് ചികിത്സിച്ച ഒരു കുട്ടിയുടെ എക്സ്റേ ആണ് ഇപ്പോൾ ഞാനിതിൽ വെച്ചിരിക്കുന്നത്. അത് നടുവിന് കാൽസിഫിക്കേഷൻ വന്ന് ഡിസ്ക് തള്ളിയിട്ട് ഉള്ള ഒരു രോഗിയുടെ എക്സ്റേ ആണ്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഈ നടുവേദന വന്ന് പിന്നെ അതിന് മുട്ടുവേദനയൊക്കെ വന്ന ശേഷമുള്ള ചികിത്സയിൽ നല്ല വ്യത്യാസം വന്ന് അതിനുശേഷം ഒരു MRI സ്കാൻ എടുത്തപ്പോൾ കാണുന്ന ഒരു ചിത്രത്തിൽ നമുക്കതിൻ്റെ ആ നട്ടിൻ്റെ ഡിസ്ക് തള്ളിയതും മറ്റൊക്കെ കാണാൻ പറ്റും. അതിൽ അപ്പോൾ ഇതിൽ നമ്മൾ MRIയിൽ സാധാരണഗതിയിൽ 5000-6000 രൂപയൊക്കെ വരുന്ന MRI നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ് ടു 2000, 2500, 3000 രൂപ വരെ ഡിസ്കൗണ്ട് പേഷ്യൻസിന് കിട്ടുന്നത് കൊണ്ട് മറ്റ് പല സ്ഥലത്തു നിന്നും MRI എടുപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്നുണ്ട്. അത് കേരളത്തിലുള്ള കാസർഗോഡ് മുതൽ ഏകദേശം കോഴിക്കോട്, മലപ്പുറം ജില്ലയിലൊക്കെയുള്ള ഒരുവിധം MRI സെൻറ്ററുകളിലും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മാം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രത്യേക പാക്കേജിൽ രോഗികൾക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നടുവേദനയുടെ മിക്കവാറും നമ്മുടെ നാട്ടിൽ കാണുന്ന നടുവേദന ഒരു L4, L5 ഡിസ്ക് ബൾജ് വന്നിട്ട് കാലിലേക്ക് പോകുന്ന വേദനയാണ് ജനറലായിട്ട് കാണുന്നത്. ഇത് കൂടാതെ ലിസ്തസിസ്, അതേപോലെ കഴുത്ത് വേദന വന്നിട്ട് കാലിലേക്ക് ഡിസ്ക് തട്ടി അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നടുവേദന, പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മുട്ടുവേദന, ഇത്തരം കാരണങ്ങളാലുള്ള രോഗികളാണ് കാര്യമായിട്ട് കുറുമാത്തൂർ വരുന്നത്. ഇത് കൂടാതെ സോറിയാസിസ്, പക്ഷാഘാതം, ഷോൾഡർ പെയിന് അടക്കമുള്ള എല്ലാ അസുഖങ്ങളും നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. കണ്ണ് ചികിത്സ ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് കണ്ണ് ചികിത്സ ചെയ്യുന്നുണ്ടെങ്കിലും ഇടക്കാലത്ത് നിന്നുപോയി കണ്ണ് ചികിത്സ ഒന്നുകൂടി പുനർജീവിപ്പിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ 5-10 വർഷമായിട്ട് കേരളത്തിൽ കണ്ണ് ചികിത്സ വളരെ നല്ല രൂപത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല കണ്ണൂരാണ്. കണ്ണൂരിൽ ശ്രീധരീയം, ഇടൂഴി വൈദ്യശാല, ജീവനീയം, തപസ്യ, കുറുമാത്തൂർ VKM തുടങ്ങിയുള്ള ഒരുവിധം ഹോസ്പിറ്റലുകളിലൊക്കെ കണ്ണ് ചികിത്സ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ
നമ്മൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ട് നല്ല രൂപത്തിൽ ആ ചികിത്സ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കീഴിൽ നടത്തുന്ന നമ്മുടെ കണ്ണൂർ പ്രാദേശികമായിട്ട് നടത്തുന്ന സ്ഥലത്ത് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലുണ്ടായിരുന്ന ഡോക്ടർ സരിതയുടെ നേതൃത്വത്തിലുള്ള ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് വളരെ നന്നായിട്ട് കണ്ണൂർ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സബായിട്ട് നമ്മൾ ഇനി മറ്റുള്ള ജില്ലകളിലും ഇത്തരം സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളും മർമ്മശാലകളും ഒന്നും കൂടി വിപുലമായ രൂപത്തിൽ സ്മാർട്ട് ക്ലിനിക്കുകളായിട്ട് തുടങ്ങാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പൊക്കെ ഈ മർമ്മ ചികിത്സയിൽ ഗുരുക്കന്മാർ ആധികാരികമായിട്ട് കോളേജിലൊക്കെ പഠിച്ച് ഗുരുക്കന്മാർ തന്നെ നന്നായിട്ട് കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നെങ്കിലും ഈ ഫ്രാക്ചർ, ഒടിവ്, പൊട്ട്, ചതവ് പോലെയുള്ള കാര്യങ്ങൾ ഈ അടുത്തായിട്ട് നമ്മുടെ ഡിഗ്രിയുള്ള ഡോക്ടർമാർ ചെയ്യുന്നത് വളരെ കുറഞ്ഞു വരികയായിരുന്നു. ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും ആധുനികമായ പ്ലാസ്റ്ററിങ്ങും സ്ലാബ് അടക്കമുള്ള സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കുറുമാത്തൂർ ആയുർവേദശാലയുടെ കീഴിൽ നാഡീ മർമ്മ ചികിത്സാ വിഭാഗം എന്ന് പറഞ്ഞ ഒരു വിഭാഗം തുടങ്ങിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ കീഴിൽ മറ്റ് ജില്ലകളിലും ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഈ രൂപത്തിലുള്ള ഫ്രാക്ചറുകളും അതേപോലെ ഡിസ്ലൊക്കേഷനും അനുബന്ധമായിട്ടുള്ള ആക്സിഡൻറ്റ് കേസുകളിൽ ആക്സിഡൻറ്റ് ചികിത്സ കഴിഞ്ഞിട്ട് കിടന്നു എഴുന്നേക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള രോഗികൾക്ക് പോലും നല്ല രൂപത്തിലുള്ള ചികിത്സ നമ്മൾ നൽകി വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പ്രത്യേക മരുന്നുകൾ ഇപ്പോൾ പല സ്ഥലത്തും റോ മെറ്റീരിയൽസിൻ്റെ ദൗർലഭ്യം കൊണ്ടും മറ്റൊക്കെ പല സ്ഥലത്തും പല മരുന്നുകളും ഉണ്ടാക്കുന്നത് കുറഞ്ഞു വരികയാണെങ്കിലും ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ പ്രത്യേകം തയ്യാറാക്കാനുള്ള സംവിധാനങ്ങൾ കുറുമാത്തൂർ ആയുർവേദശാലയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ ചികിത്സാലയം തേടി വരുന്ന ഏതൊരാൾക്കും മതിയായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവനവൻ്റെ വീട്ടിലെന്ന പോലെയുള്ള ഒരു പ്രതീതിയാണ് ചികിത്സാകാലം അവർക്ക് നൽകുന്നത്. ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ബാക്ക് പെയിൻ, പിന്നെ വലത്ത് സൈഡിലെ കാലിന് വേദന വന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായി. അപ്പോൾ MRI ഖത്തറിൽ നിന്ന് എടുപ്പിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞ് നട്ടലിൽ പിന്നെ വലത്തെ കാലിൽ പോകുന്ന ഞരമ്പിൽ കയറി പ്രശ്നമാണ്, അപ്പോൾ റെസ്റ്റ് വേണം, അതല്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്നാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാസിമാജി എന്ന ആളായിട്ട് ഞാൻ ഈ മെസ്സേജ് അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്യും. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു. എനിക്ക് ഇതേപോലെ തന്നെ സൗദിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് വലത്തെ കാലിൻ്റെ മുട്ടിനോ കറക്റ്റ് എനിക്കറിയില്ല, അപ്പോൾ ആൾക്ക് മുട്ടുവേദനയായിട്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അയാൾ കോഴിക്കോട് ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ വരിക, അവിടുന്ന് MRI ചെയ്യും. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു 3.5 ലക്ഷം രൂപയ്ക്ക് ഈ ഓപ്പറേഷൻ ചെയ്യണം, അതുകൊണ്ട് പിന്നെ നാളെ ഇവിടെ വന്ന് അഡ്മിറ്റ് ആകാം. അപ്പോൾ ഡോക്ടറായിട്ട് കോൺടാക്ട് ചെയ്തു, ഡോക്ടറായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നാളെ തന്നെ ഇവിടെ വന്ന് പിന്നെ അഡ്മിറ്റ് ആക്കിയോ, ഡോക്ടർ നോക്കിക്കോളാം. അപ്പം ഡോക്ടർ നോക്കിയതിന് ശേഷം ആൾക്ക് പൂർണ്ണമായിട്ടും മുട്ടുവേദന മാറി. അപ്പോൾ അതിനുശേഷം എന്നോട് പറയുന്നത് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡോക്ടറായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പം ഡോക്ടറായിട്ട് കോൺടാക്ട് ചെയ്തു. എൻ്റെ MRIയും പിന്നെ എൻ്റെ MRIയുടെ CD-യും ഡോക്ടർക്ക് കൈമാറി. അപ്പം ഡോക്ടർ പറഞ്ഞു നീ കമ്പനിയിൽ ലീവ് പറഞ്ഞിട്ട് അപ്പോൾ ടോട്ടൽ 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നിൻ്റെ അസുഖം ഭേദമാണ്. അപ്പോൾ ഞാൻ അതിനുശേഷം കമ്പനിയിൽ ലീവ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഖത്തറിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ കോഴിക്കോട് സഹകരണ ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കാണുകയും ആ ഡോക്ടർ റിപ്പോർട്ടും MRI ഒക്കെ നോക്കിയതിന് ശേഷം പറഞ്ഞു നാളെ ഇവിടെ വന്നോ, മറ്റന്നാൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ അല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീണ്ടും കാസിം ഖാനായിട്ട് സംസാരിച്ചപ്പോൾ കാസിം ഖാൻ ഡോക്ടറായിട്ട് ഡോക്ടർ ഒന്നുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ വന്ന് അഡ്മിറ്റായി 14 ദിവസം കൊണ്ട് നിൻ്റെ എല്ലാ അസുഖങ്ങളും ഇവിടുന്ന് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ധൈര്യത്തിൽ ഞാനും ഉമ്മയും ഇവിടെ വന്ന് അഡ്മിറ്റായി.
അപ്പോൾ ഉമ്മക്കും കുറേ അസ്വസ്ഥതയും പിന്നെ മുട്ടുവേനയും നടുവേനൊക്കെ ഉണ്ടായിരുന്നു. ഞാനും അഡ്മിറ്റായ സമയത്ത് അതേ തന്നെ ഉമ്മയും അഡ്മിറ്റായി. രണ്ടുപേർക്കും ഇപ്പോൾ അൽഹംദുലില്ലാ വളരെയധികം സുഖമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കാലാവധി കഴിയാനായിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ വളരെ ഹാപ്പിയാണ്. തികച്ചും പാരമ്പര്യ വഴിയിലൂടെ ആയുർവേദ മരുന്നുകളുടെ നിർമ്മാണവും ഇവിടെ നടക്കുന്നു. മരുന്നുകൾ ശേഖരിക്കുന്നത് മുതൽ അത് രോഗിയിലേക്ക് എത്തുന്നതുവരെയുള്ള ഓരോ നിമിഷവും പ്രധാനമാണ്. പാരമ്പര്യ ആയുർവേദ വിധികളിലൂടെ ആധുനിക സൗകര്യങ്ങളുടെ ഉപയോഗത്തിലൂടെ ഏറ്റവും സംശുദ്ധിയോടെയും സൂക്ഷ്മതയോടെയും കൃത്യമായ അനുപാതങ്ങളിലൂടെയുമാണ് ഓരോ ഔഷധക്കൂട്ടുകളും തയ്യാർ ചെയ്യപ്പെടുന്നത്. ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രം എന്നതിലപ്പുറം കുറുമാത്തൂർ ആര്യവൈദ്യശാല നഴ്സിംഗ് ഹോം സമൂഹത്തോട് പുലർത്തുന്ന പ്രതിബദ്ധത അവരുടെ വേറിട്ട ചില ഇടപെടലുകളിലൂടെ നമുക്ക് കാണാനാകും. ഡോക്ടർ അന്ത്രുവിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഏതാണ്ടൊരു 25 കൊല്ലം മുമ്പാണ്. 95-96 സമയത്താണ്. അന്ന് ഞാൻ ദുബൈയിലാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് അബുദാബിയിലുള്ള കണ്ണൂരിലുള്ള സുഹൃത്ത് വഴിയാണ് അദ്ദേഹത്തെക്കുറിച്ച് ആദ്യം ഞാൻ കേൾക്കുന്നതും പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും. ഒരു ഡോക്ടർ എന്ന നിലയിലേക്കാൾ ഉപരി ഞാൻ അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിഞ്ഞത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സേവകൻ എന്നുള്ള നിലയ്ക്കാണ് കൂടുതൽ അടുത്തറിഞ്ഞത്. പൊതുപ്രവർത്തന രംഗത്ത് അന്ന് നമ്മൾ സജീവമായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹവുമായി പല വേദികളും പല മഹല്ലുകളിലൊക്കെ പങ്കിടാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ പല രോഗികളുമായിട്ട് വന്നിട്ടും അദ്ദേഹത്തെ കൂടുതൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ അടുത്തറിയാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ ഒരു അനുജൻ, അബുദാബിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു അനുജൻ, നടുവേദനയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ബുദ്ധിമുട്ടായി, ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാൾ, അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് വളരെ സുഖപ്പെട്ട് ഏതാണ്ട് ഒരു 40 ദിവസം ഇവിടെ അഡ്മിറ്റായി വളരെ സുഖപ്പെട്ട് പോകണ്ടായി. അതിനുശേഷം ഏതാണ്ട് ഒരു 8 കൊല്ലം മുമ്പ് എൻ്റെ മകൾ ഒരു ആമവാദവുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരു സമയത്ത് ഇവിടെ വന്ന് ഏകദേശം ഒരു 1.5 മാസത്തിലേറെ കൂടെ അഡ്മിറ്റായി വളരെ സുഖപ്പെട്ട് ഇപ്പോൾ വളരെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ അറിയുന്ന പല ആളുകളും, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യത്തു നിന്നുള്ള പല ആളുകൾ, തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ള പല ആളുകൾ, നമ്മുടെ കുടുംബത്തിലും അല്ലാതെയുമുള്ള പല ആളുകളുമായി ബന്ധപ്പെട്ടും അവരൊക്കെ ഇവിടേക്ക് പറഞ്ഞയച്ച് അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി ഇന്ന് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു ആയുർവേദത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കാൾ അതിൽ തന്നെ പ്രത്യേകിച്ചും ഈ നടുവേദന, മുട്ടുവേദന, കാലുവേദന വെച്ചാൽ വേദന സംബന്ധമായ പല പ്രശ്നങ്ങൾക്കാണ് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വളരെ സാത്വികനായിട്ടുള്ള ഒരു ഡോക്ടറാണ് എന്നുള്ളതാണ് അങ്ങനെയാണ് എനിക്ക് കൂടുതൽ അദ്ദേഹത്തെ നമുക്ക് വളരെയധികം ഒരു ബന്ധവും മാനസികമായിട്ടൊരു അടുപ്പവും ഒക്കെ ഉണ്ടാവാൻ കാരണം. ഞാൻ ഏതാണ്ട് ഒരു 2 പതിറ്റാണ്ടോളം ഒരു പ്രവാസിയായിരുന്നു, ഒരു 89 മുതൽ 2008 വരെ. അന്ന് അവിടെ ഒരുപാട് രോഗികളെ സഹായിക്കുന്ന പല മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടും നമ്മൾ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഒരു കുറച്ചും കൂടെ മാറിയ ഒരു ചിന്ത, അതായത് ആളുകൾ രോഗികളാവാതിരിക്കാൻ സഹായിക്കാനുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ അത്തരം ഒരു പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ആലോചിച്ചപ്പോൾ ഒരുപാട് ഡോക്ടർമാരുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിക്കേണ്ടായി. അപ്പോൾ ഒരുപാട് ഡോക്ടർമാർ അതിൽ എല്ലാവിധ സപ്പോർട്ടുകളും തന്നു. പ്രത്യേകിച്ചും അതിൽ അന്ന് വളരെ കൂടുതൽ സംസാരിക്കുകയും വളരെ അധികം ഉപദേശ നിർദ്ദേശങ്ങളും എല്ലാ സപ്പോർട്ടുകളും തന്ന ഒരാളാണ് ഡോക്ടർ അന്ത്രു. പ്രത്യേകിച്ചും അദ്ദേഹത്തെ എനിക്ക് അതിനു മുമ്പേ വളരെ നേരത്തെ അറിയാവുന്ന ഒരാളായതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങളും അതിൽ വേണ്ട ഗൈഡ് ലൈൻസുകളും ഒക്കെ അദ്ദേഹം തരുന്നുണ്ടായി.
അതുകൊണ്ട് തന്നെ അത് ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ വെൽനസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു NGO രൂപീകരിക്കുമ്പോൾ ഒരു സംശയവും ഇല്ലാതെ അതിൻ്റെ ചെയർമാനായിട്ട് അദ്ദേഹം അതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഒപ്പം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തരികയും ചെയ്തു. വെൽനസ് ഫൗണ്ടേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾ രോഗികളാവാതിരിക്കാനുള്ള, അതല്ലെങ്കിൽ ഒരു ചികിത്സാ സംസ്കാരത്തിന് പകരം ഒരു പ്രതിരോധ സംസ്കാരം വളർത്തിയെടുക്കാനുള്ള അറിവുകൾ, ആരോഗ്യ അറിവുകൾ ആളുകൾക്ക് പങ്കുവെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ തരത്തിലുള്ള, ഇപ്പോൾ ക്യാൻസർ ആണെങ്കിലും വൃക്കരോഗമാണെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണെങ്കിലും അതുപോലെ ജലസംബന്ധമായ വിഷയങ്ങളാണെങ്കിലും ഇങ്ങനെ പല തരത്തിലുള്ള ഏകദേശം ഒരു 25ഓളം വ്യത്യസ്തമായ ആരോഗ്യ വിഷയങ്ങളിൽ ഇന്ന് ഒരു 2500ഓളം ക്ലാസ്സുകൾ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലുമായിട്ട് ചെയ്യാൻ വെൽനസ് ഫൗണ്ടേഷന് കഴിഞ്ഞിട്ടുണ്ട്. കേരള പോലീസ്, പഞ്ചായത്തുകൾ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, നഴ്സുമാർ, അധ്യാപകർ, മതപഠന വിദ്യാർത്ഥികൾ, ഇങ്ങനെയുള്ള ഒരുപാട് മേഖലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെയർമാൻഷിപ്പ് അദ്ദേഹം ഏറ്റെടുക്കുകയും കേവലം ഒരു ചെയർമാൻഷിപ്പിനപ്പുറം അതിന് വേണ്ട എല്ലാ തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങളും തരികയും ഏത് സമയത്തും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ട തരത്തിലുള്ള കറക്ഷൻസും തിരുത്തലുകളൊക്കെ വരുത്തി എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ അതിന് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അതിൻ്റെ കീഴിൽ കഴിഞ്ഞ 2010 മുതൽ 2015 വരെ നമ്മൾ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ഒരു ക്യാമ്പയിൻ ചെയ്യുന്നു ജലസംബന്ധമായ ഒരു വിഷയത്തിൽ. അത് കേരള സർക്കാരിൻ്റെ ജലവിഭവ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിരുന്നു. ജലത്തിൻ്റെ ഒരു 8 വിഷയങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. പല വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, ഇവരൊക്കെ സഹകരിച്ചു ആളുകൾക്കൊരു ജലസാക്ഷരത ഉണ്ടാക്കി കൊടുക്കുക ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായ ഒന്നാണത്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ആ ഒരു വിഷയം നമ്മൾ സംസാരിച്ചിരുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഉപയോഗിക്കേണ്ട രീതികൾ, മഴവെള്ള സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജലജന്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷം 2015 മുതൽ 2020 വരെ നമ്മൾ അന്നത്തെയും ഇന്നത്തെയും ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ള ഒരു ക്യാൻസറിൽ നിന്നുള്ള ഒരു വിഷയം, പ്രത്യേകിച്ചും 2015-16 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള ക്യാൻസർ എന്നുള്ള നിലയ്ക്ക് സ്തനാർബുദം ഒരു വളരെ വലിയ വിഷയമായപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടായി ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും. അങ്ങനെ 2015 മുതൽ 2020 വരെ ഡോക്ടർ അന്ത്രുവിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഈ വെൽനസ് ഫൗണ്ടേഷൻ ഈ ഒരു ക്യാമ്പയിൻ ചെയ്യണ്ടായി. അതിൽ കുറേ ആശുപത്രി സ്റ്റാഫുകൾ, അതേപോലെ ജില്ലാ പഞ്ചായത്ത്, ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ എല്ലാ ആശ, അംഗൻവാടി, ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അങ്ങനെയുള്ള ആളുകളുടെ പരിശീലനങ്ങൾ, ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലുമുള്ള കുറേ സന്നദ്ധ സംഘടനകൾക്കും സന്നദ്ധ പ്രവർത്തകർക്കുള്ള പരിശീലനങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ടായി. ഇപ്പോൾ ഈ വർഷം മുതൽ 2020 അത് അവസാനിപ്പിച്ച് ഏകദേശം ഈ വർഷം മുതൽ 2020 മുതൽ 2025 വരെ മറ്റൊരു വിഷയവുമായി, വൃക്കരോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞ ദിവസം, അത് കഴിഞ്ഞ ലോക വൃക്ക ദിനത്തിൽ അത് തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട പൊതുപരിപാടികളൊക്കെ നിർത്തിവെച്ചതുകൊണ്ട് ആ പരിപാടി നമ്മൾ അടുത്ത മാസത്തേക്ക് അതിൻ്റെ ഒരു തുടക്കം മാറ്റിവെച്ചൊക്കെയാണ്. അപ്പോൾ ആളുകൾ ഡയാലിസിസ് സെൻ്ററിലേക്ക് എത്താതിരിക്കാനുള്ള അറിവുകൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുക, മുൻകൂട്ടി പരിശോധിക്കാനുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതേപോലെ തന്നെ അത് വരാതിരിക്കാൻ അവർ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് തന്നെ മറ്റ് ഒരു 25ഓളം വിവിധ ആരോഗ്യ വിഷയങ്ങളിലുള്ള ക്ലാസ്സുകൾ, അതേപോലെ ബോധവൽക്കരണ ക്ലാസ്സുകളാണെങ്കിലും പരിശീലന ക്ലാസ്സുകളാണെങ്കിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഡോക്ടർ അന്ത്രുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെയർമാൻ എന്നതിനേക്കാൾ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പല ക്ലാസ്സുകളിൽ അദ്ദേഹം നേരിട്ട് വരികയും പരിശീലനത്തിന് കൂടെ ഒപ്പം നിൽക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഒരു ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി, ഒരു ചികിത്സകൻ അല്ലെങ്കിൽ ഒരു അതിനേക്കാൾ ഉപരി ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി ആണ് ഡോക്ടർ അന്ത്രു എന്നതിൻ്റെ എൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. രോഗിയുടെ ജീവിതത്തെ തന്നെ ഇവിടെയുള്ള ഒരു സന്ദർശനം കൊണ്ട് മാറ്റിയെടുക്കാനാവുന്നു എന്നതാണ് ഈ ആയുർവേദ കേന്ദ്രത്തിൻ്റെ വേറിട്ട വിശേഷം. മുന്നിലെത്തുന്ന ഓരോരുത്തരും ഡോക്ടർക്ക് അവർ നിലവിലുള്ള രോഗാവസ്ഥയിലുള്ള ഒരാൾ മാത്രമല്ല, സമാന അനുഭവങ്ങളുള്ള ഒരുപാട് പേർക്ക് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള വലിയ പാഠങ്ങൾ കൂടിയാണ് പകരുന്നത്.
അനുഭവസ്ഥർ അത് തുറന്നു പറയുന്നുമുണ്ട്. പലവിധ പ്രശ്നങ്ങളുമായി തന്നെ തേടിവരുന്ന ഓരോരുത്തർക്കും അന്ത്രു ഡോക്ടർ പകർന്നു നൽകുന്നതും രോഗസൗഖ്യം മാത്രമല്ല, ആരോഗ്യപരമായ ഒരു പുതുജീവിതത്തിനുള്ള വഴികൾ കൂടിയാണ്. മാം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റിൻ്റെ കീഴിൽ അവയർനെസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ മനുഷ്യ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ, ആയുർവേദ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, യോഗ, അവയർനെസ്, ഈ ഇത്രയും വൈദ്യശാസ്ത്രങ്ങൾക്ക് ഒന്നിച്ചുകൊണ്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ നാട്ടിലുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവിതശൈലി രോഗങ്ങളായ കിഡ്നി ഡിസീസും ക്യാൻസറിനെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു വോളണ്ടറി റിസർച്ച് ഇൻ കിഡ്നി ക്യാൻസർ ആൻഡ് കിഡ്നി ഡിസീസ്, വൃക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വൃക്കയിൽ ബി ഫോർ വോളണ്ടറി, ആർ ഫോർ റിസർച്ച്, സി ഫോർ ക്യാൻസർ ആൻഡ് കെ ഫോർ കിഡ്നി, എ ഫോർ എയിൽമെൻറ്റ്സ്, അങ്ങനെ വൃക്ക എന്നുള്ള ചുരുക്കപ്പേരിൽ ഈ ക്യാൻസറിനെയും കിഡ്നിയെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വോളണ്ടറി റിസർച്ച് വിങ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഇത്തരം രോഗികൾക്ക് ഹോസ്പിറ്റലുകളിൽ സൗകര്യം കിട്ടാൻ വേണ്ടി ഹാപ്പി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. ഹോസ്പിറ്റൽ അസിസ്റ്റൻസ് പ്രൊമോഷൻ പ്രോഗ്രാം ഫോർ യു എന്നുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റല്, സ്വകാര്യ സർക്കാർ മേഖലകളിലെ ഹോസ്പിറ്റലുകളിലുള്ള ഡോക്ടർമാർ, വിദഗ്ധ ഡോക്ടർമാർ, അതുപോലെ പ്രത്യേക ചികിത്സയുള്ള ഹോസ്പിറ്റലുകൾ, ആ ഹോസ്പിറ്റലുകളിൽ രോഗികൾക്ക് സൗകര്യപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ല ചികിത്സ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ മാം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും കൂടി സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഈ മാം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നത് എൻ്റെ 8ാമത്തെ വയസ്സിൽ ഇതേപോലെയുള്ള ക്യാൻസർ വന്ന് മരിച്ച മകൻ്റെ മുഹമ്മദ് അൻവർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റിൻ്റെ പേരിലാണ് ഞാൻ ഇത്തരം പ്രവൃത്തികളൊക്കെ, ഈ പ്രോജക്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പുള്ള നല്ല ഏതൊക്കെ പ്രോജക്റ്റുകളുണ്ടോ അത്രയും പ്രോജക്റ്റുകൾ ഈ മാം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്യുന്നത്. നിലവിൽ നിങ്ങളെ അലട്ടുന്ന രോഗപീഠകളിൽ നിന്ന് മുക്തമാകാം എന്നത് മാത്രമല്ല, കുറുമാത്തൂർ ആര്യവൈദ്യശാല നഴ്സിംഗ് ഹോം നമുക്ക് നൽകുന്ന സന്ദേശം. അത് രോഗങ്ങളില്ലാതെ ഭൂമിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഭാവിയിലേക്ക് കൂടി എങ്ങനെ രൂപപ്പെടുത്താം എന്നുകൂടിയാണ്.